മുതലാളി, കാറിന് എന്നെ വന്നാ മതി. ഇനി ഇതിപ്പോ ഇങ്ങനെ താഴെ ഇറക്കും. ഈ തടിയും കിടന്ന് ഉറങ്ങാണ്ടില്ലേ? ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാം? എനിക്ക് കേൾക്കാം മുതലാളി. ഉണ്ടായിരുന്ന ശവമേ. ഹലോ ഹലോ, ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ 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 ഹലോ, നമസ്കാരം. എന്റെ പേര് കരുവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ 365 ദിവസവും 24 മണിക്കൂറും എന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. എന്റെ ദൈവമേ, ആരുടെ മയ്യത്ത് കാവലിരുന്നവനാണോ പിടിച്ച് എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത്? ഹലോ സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേര് ഒരു പ്രൈവറ്റ് പ്ലെയിനിലാണ്. ഇതിന്റെ ഡ്രൈവർ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടപ്പാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓ, ഐ സി. അപ്പോൾ വിമാനം ആരാണ് ഓടിക്കുന്നത്? എന്റെ കാർ ഡ്രൈവറാ. ഗോവിന്ദൻ. ഗോവിന്ദൻ അപ്പോൾ മിസ്റ്റർ ഗോവിന്ദൻ ഗോവിന്ദൻ. ഗോവിന്ദനല്ല, ഒറ്റത്തവണ ഗോവിന്ദൻ. സോറി മിസ്റ്റർ ഒറ്റത്തവണ ഗോവിന്ദൻ. നിങ്ങളൊരു കാര്യം പറയൂ. ഇതിനു മുമ്പ് നിങ്ങൾ വിമാനം ഓടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈച്ചയെ പോലും ഓടിച്ചിട്ടില്ല. നിങ്ങൾ പാരായണം പറയാതെ ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞ. വിമാനം താഴേക്ക് ഇറക്കുന്നതിന് മുൻപ് വിമാനം മുകളിലേക്ക് പറത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു മുൻപ് വിമാനത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം ചെക്ലോസ്ലോവിയാക്ക നിർമ്മിതമായ 2468 കിലോ 316 ഗ്രാം തൂക്കമുള്ള അട്ലർ ജെറ്റാണ്. ഇറങ്ങാനായിട്ട് പിന്നിൽ 2 വാതിലുകളും മുന്നിൽ ഒന്നുമാണുള്ളത്. മാങ്ങാത്തൊലി വർത്തമാനം നിർത്തിട്ട് ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞാടാ കോപ്പേ. സുഹൃത്തെ, പ്ലീസ് ശാന്തനാകൂ. ഇനി പറയൂ, നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത്? കാലൻ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിലുണ്ടോ?